ഇന്ന് നമ്മുടെ വീഡിയോ പോകുന്നത് ഒരു ഇരട്ട പ്രസവിച്ച ഒരു വാഴയുടെ ചോട്ടിലേക്കാണ്. അവൻ ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. രണ്ടുപേരെയും ഒരേ സമയത്ത് വെട്ടുകയാണ്. രണ്ടുപേരും വലിയ കൊലകളാണ്. ചുണ്ടിലാക്കണ്ണൻ്റെ കൊലകൾ സാധാരണ വലിപ്പം തീരെ കുറവാണ്. ഇത് എൻ്റെ ഏതാണ്ട് ഒരു 3-4 കൊല ഞാൻ വെട്ടിക്കഴിഞ്ഞു. ഈ വാഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 365 ദിവസവും ഇത്തേൽ വാഴക്കൊല ഉണ്ടാവും. ഒരെണ്ണം വെച്ചാൽ മതി. ഈ കുമിൾനാശിനി അതുപോലെ തന്നെ ഈ പ്ലേക്ക് എന്നൊക്കെ പറയില്ലേ, പ്ലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്ന് ഇടയ്ക്ക് ചോട്ടിൽ തുരിശും കുമ്മായം കലക്കി ഒഴിക്കുക, അതിലേക്ക് കുമ്മായം തൂളി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കേട് വരാതിരിക്കാനുള്ള മരുന്നുകൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രം മതി. വർഷങ്ങളോളം നിൽക്കും. ഇതിങ്ങനെ പടർന്ന് പന്തലിക്കും. ഏറ്റവും സ്വാദുള്ള പഴങ്ങളാണ്. ഇന്നലെ വൈകുന്നേരം കടവാവൽ കൊത്തിത്തിന്നാണ്. കണ്ടോ മക്കളെ, കണ്ടോ, സഹിക്കലില്ല. ഇനി നമുക്ക് ഈ വാഴയുടെ മറ്റ് വശങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. കണ്ടോ, ഇത്രയും വലിയൊരു കൊലയാണിത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്ര ചെറിയ കൊലയെന്ന് ഏതാണ്ട് ഒരു 15 കിലോ മുതൽ 20 കിലോ തൂക്കം വരും. ഇത് ഈ തുറവിൽ തന്നെ എത്ര വാഴക്കണ്ണം നോക്കി, കണ്ടോ. കണ്ടോ, ഇതതിൽ അടുത്ത ദിവസം വരാൻ പോകുന്ന അടുത്ത കുഞ്ഞാട്ടോ ഇത്. കണ്ടോ, എത്ര കൊല, 3 കൊലയാണ് ഒരു തുറുവേൽ. ഇതും ഇന്ന് തന്നെ വെട്ടും. നമ്മുടെ പിള്ളേർ ഇതും ഇപ്പോൾ തന്നെ വെട്ടും. अपने दोनों कितना किलो आएगा? 40 का सामने आया नहीं. 2 खेല അവർ പറഞ്ഞത് 2 കൊല്ലം കൊണ്ട് 40 കിലോ വരുമെന്നാണ് പറയണത്. 40 വന്നില്ലെങ്കിൽ ഒരു 35-30 കിലോയിൽ അടുത്ത് വരും. 30 किलो इसको ऊपर आएगा. ओ कट करो നമുക്ക് വെട്ടി നോക്കാം. അജോയ് രക്ഷാകരോ. അവൻ താഴേക്ക് പോരുകയാണ്. ഒരു വാഴയിൽ ഇരട്ട കുഞ്ഞുങ്ങളാണ്, ഇരട്ട സഹോദരങ്ങളാണ് ഒന്നിച്ച് വെട്ടുന്നത് ഒരു വാഴയിൽ തന്നെ. അത് നമ്മുടെ മറ്റു വാഴകളല്ല, സാധാരണ ചുണ്ടിലാക്കണ്ണം വാഴയിലാണ് ഇങ്ങനെ കൂടുതൽ കാണുന്നത്. 2 കൊല ഒന്നിച്ച്, അത് രണ്ടും വമ്പൻ കൊലകൾ. ആരാംസ് കൊല വരികയാണ്. 2 പേരും താഴെ നിൽപ്പുണ്ട്. എന്തും സംഭവിക്കാം. അവരെ ഇങ്ങനെ പിടിക്കുകയാണ്. അവർ വലിച്ച് കൊണ്ടുവരികയാണ്. അവരുടെ ദൗത്യം വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ചെറിയ കൊലയൊന്നും അല്ലാന്ന് മനസ്സിലായില്ലേ. ഒരു പെടല വാവൽ തിന്നിട്ട് പോയി. കൈ നോക്കിക്കൊള്ളാം. അത്ര മോശം കൊലയൊന്നും അല്ല. അതല്ല, ബെസ്റ്റ് കായകളാണ്. ഒയ്യോടാ, 2 പെടൽ തിന്നു കേട്ടോ. പച്ചയ്ക്ക് തിന്നിട്ട് പോവാണ് ഇപ്പോൾ വാവലിൻ്റെ പുതിയൊരു അസുഖമാണിത്. പച്ചയ്ക്ക് തിന്നിട്ട് പോവാണ്. ആ 2 പിടലുണ്ടായിരുന്നെങ്കിൽ എന്ത് വലിയ കൊലയായിരുന്നു, ആലോചിച്ച് നോക്കി. എന്തായാലും അടുത്ത ഇരട്ട കൊച്ചിനെയും നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇതൊരു ഭയങ്കര പൊക്കമാണ് കേട്ടോ. ചുണ്ടിലാക്കണ്ണൻ എന്ന് പറയും. ചിലർക്ക് പല നാട്ടിലും പല പേരാണിതിന്. നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചുണ്ടിലാക്കണ്ണൻ എന്ന് പറയും. ചിലർ ചുണ്ടില്ലാത്ത കണ്ണൻ എന്ന് പറയും. ഇതും ഒരേ ദിവസം തന്നെ പഴുത്തിരിക്കുന്നു. അതിശയം എന്ന് പറയാൻ അതിൻ്റെ 2 പിടലയും കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് വെട്ടിയാൽ ഇത് പോരില്ലാത്തതുകൊണ്ട് നമ്മുടെ പിള്ളേരെയും കൊണ്ട് വെട്ടിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരേ ദിവസം പഴുക്കുകയും ഒരേ ദിവസം മൂക്കുകയും ഒരേ ദിവസം വെട്ടി താഴെ ഇറക്കുകയും ചെയ്യുന്ന ഇതിനെ ഇരട്ട ചുണ്ടിലാക്കണ്ണൻ എന്നല്ലാണ്ട് എങ്ങനെ പറയാം? ഇരട്ട ചുണ്ടിലാക്കണ്ണൻ എന്നല്ലാതെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അവൻ വരികയാണ്. പോരട്ടെ കൈകളിലേക്ക് എത്തുകയാണ്. ഒച്ച കേട്ട് തുടങ്ങി.
ഉണ്ടോ? നിസാര കൊലയല്ല, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. അതിൻ്റെ ഒച്ച കേട്ടോ? 2 പെടല തിന്ന് കഴിഞ്ഞു മക്കളെ. വാവലുകളുടെ ആക്രമണം. പച്ചക്ക് തിന്നിരിക്കുന്നത് കണ്ടോ? പച്ചക്കാവര തിന്നിരിക്കുന്നു, പച്ചക്കായകൾ വരെ തിന്നിരിക്കുന്നു. പതുക്കെ 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 പതുക്കെ. ഇപ്പം നിസാരക്കാരനല്ല, ഏണ്ടൊരു 22 കിലോ തൂക്കം, 22 കിലോ തൂക്കം വരും. അങ്ങ് കിടത്തി വെച്ചേ. അത്ര നിസാരക്കാരനൊന്നും എല്ലാവനും. സാധാരണ ചുണ്ടിലാക്കണൻ്റെ ഏറ്റവും മുമ്പത്തേക്ക് ചെല്ലുമ്പോൾ കായ്കൾ ചെറുതായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് വലിയ കായ്കൾ തന്നെയാണ് എല്ലാം. ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം. കണ്ടോ? നീളം കണ്ടോ? പച്ചക്കായകൾ വരെ. ഇദ്ദേഹമാണത് സമർത്ഥമായി പിടിച്ച് എടുത്തേക്കണേ. രണ്ട് കൊലകൾ രണ്ടും ഒരുപോലെ പഴുത്തിരിക്കുന്നു. രണ്ടിൻ്റെയും 2 പെടൽ ഒരുപോലെ കട്ട് ചെയ്തിരിക്കുന്നു. രണ്ടും കൊണ്ടുപോയി. നോക്കിയേ. 20 കിലോ ഹോഗാന്നാണ് പറഞ്ഞത്. 20 കിലോ മതലബ് 20 കിലോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞ് തെറ്റാണ്. 2 കൊല 40 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് 35-നും 40-നും ഇടയ്ക്ക് പക്ക ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾ ചെയ്യാം. ഹായ് ബപ്പോൻ. ഹായ് ജോയ്. ഹായ്. ഉണ്ടോ? ചെറിയ കൊലയല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ? 2 പെടല കിളി കൊത്തി തിന്നോന്നും കൂടെ ഓർക്കണം. അവനിങ്ങനെ ഇരിക്കണല്ലേ, ആനക്കൊമ്പൻ, ചുണ്ടില്ലാക്കണ്ണൻ. ഇതിൻ്റെ കായയുടെ വണ്ണം ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇല്ല, ചെക്ക് ചെയ്യുക കേട്ടോ. പുള്ളിക്കാരത്തി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്ന സീന കണ്ടേ. ഇനി ഈ വാഴക്കൊല നമ്മൾ കൊണ്ട് വിൽക്കാൻ പോവുകയാണ്. 2 കൊലയേ ഉള്ളൂ. പക്ഷേ ചുണ്ടിലാക്കണ്ണ കൊലയ്ക്ക് ഞാലിപ്പൂവിനെയും കൊലയും അപേക്ഷിച്ച് ഏതാണ്ട് അല്പം വില കൂടുതലുണ്ട്. കാരണം കിട്ടാനില്ല. അപ്പോൾ ഒരു 1000 ഞാലിപ്പൂവൻ കൊല വന്നു കഴിഞ്ഞാൽ ചുണ്ടിലാക്കണ്ണ ഒരു 50 വാഴക്കൊലേ വരുള്ളൂ. പാളയം കൂടെ ഒരു 80-90 വരും. ഏത്തക്കൊല പിന്നെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിന് 1 കിലോയ്ക്ക് 50 രൂപ, 55 രൂപയാണ് വില. നിങ്ങളുടെ നാട്ടിൽ ഒരു ചുണ്ടിലാക്കണ്ണൻ പഴത്തിൻ്റെ കിലോ വില എത്രയെന്ന് അറിയില്ല. ഇവിടെ 70 രൂപ, 75 രൂപയാണ് 1 കിലോ പഴത്തിന് വില. ഇത് മൂവാറ്റുപുഴയാണ്. വാഴക്കൊല നോക്കിക്കേ. ഈ 2 കൊല ഏതാണ്ട് ഒരു 40 കിലോ എന്ന് അവർ പറഞ്ഞായിരുന്നു. ബംഗാളുകൾക്ക് തെറ്റിയില്ല, എനിക്കാണ് തെറ്റിയത്. നോക്കിക്കോളൂ, 40 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇത് നോക്കി കണ്ടോ? നല്ല വണ്ണമുള്ളതാണ്. കണ്ടാൽ തോന്നും ചെറുതാന്ന്. കണ്ടോ? പൊട്ടിക്കഴിഞ്ഞു അല്ലേ? പച്ചക്ക വാവൽ തിന്നേക്കണോ? കണ്ടില്ലേ?